ഹായ് ഹലോ. സീ ഫുഡിൽ എൻ്റെ ഫേവറേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ, ഞണ്ട് റോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് വലിയ പെരുന്നാളാണ് കേട്ടോ. ചോറ് കുറവും ഞണ്ട് കൂടുതലും. വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അങ്ങനെ കടൽപ്പണിയും മീനും എല്ലാം കുറവായതുകൊണ്ട് തന്നെ ബാപ്പ കറക്റ്റായിട്ട് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞണ്ട് കഴിക്കാൻ പോകുന്നത്. കണ്ടപ്പോൾ തന്നെ റോസ്റ്റ് ആക്കാനാണ് മനസ്സിൽ പോയത്. ബാപ്പയും പറഞ്ഞു റോസ്റ്റ് ആക്കാൻ. അങ്ങനെ പരിപാടി തുടങ്ങി. ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം എടുത്ത് വഴറ്റി ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഞണ്ടും ചേർത്ത് രണ്ടാം പാലാണ് ഞാൻ അത് വേവിച്ചെടുക്കുന്നത്. ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം ഒന്നാം പാല് ചേർത്ത് ഇളക്കിയെടുക്കുവാണ്. ഇങ്ങനെ റോസ്റ്റ് ആക്കി എടുത്ത ചപ്പാത്തിയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ 2 ചക്കരക്കിഴങ്ങിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതെനിക്ക് വല്ലാണ്ട് അങ്ങ് കത്തിയില്ല. ശേഷം കുറച്ച് ചോറും കൂടെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പുണ്ടാക്കുന്ന വീഡിയോക്ക് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും വ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി എൻ്റെ കൂടെ ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. സോ ഇറ്റ്സ് മീ സജ്ന. See you next time.